നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് അനുമതി. കേന്ദ്ര റെയിൽവേ ബോർഡാണ് അനുമതി നൽകിയത്. എസ് ശ്യാംകുമാർ കൊച്ചിൻ ചെയ്തു. ശ്യാം, വിശദാംശങ്ങൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റെയിൽവേ ബോർഡിന്റെ അംഗീകാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെത്തിയപ്പോൾ ഈ ആവശ്യം കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഒടുവിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെയാണ് ഇന്നിപ്പോൾ ഈ വിഷയം വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം വളരെ വേഗത്തിൽ ആരംഭിക്കുന്നുള്ള ഒരു പ്രതീക്ഷ കൂടി കേന്ദ്രമന്ത്രി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ മുഖച്ഛായ അടക്കം മാറുന്ന വലിയ പദ്ധതിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നു, കണക്ടിവിറ്റി വരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്, അല്ലേ? തീർച്ചയായും റെയിൽ കണക്ടിവിറ്റി ഏറ്റവും അടുത്ത് വരുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും അടുത്ത് വിമാനത്താവളത്തിലേക്ക് എത്താൻ സാധിക്കുന്ന റെയിൽവേ സ്റ്റേഷനായി മാറും നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അതിന് ഭൂമി കണ്ടെത്തിയിരിക്കുന്നതും ഏറ്റവും അടുത്ത് തന്നെയാണ്. അങ്ങനെയുള്ള പദ്ധതിക്ക് അനുമതി നൽകുക എന്നുള്ളത് റെയിൽവേ ബോർഡ് ഇന്ന് നൽകിയിരിക്കുന്നു. ഏറ്റവും അവസാന കടമ്പയാണ് അത് കടന്നിരിക്കുന്നത്. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും ടെൻഡർ നടപടികളിലേക്കും കടക്കുക എന്നുള്ള കടമ്പ് കൂടിയുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ദീർഘകാല ആവശ്യമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത്. കേരളത്തിന്റെ സാമ്പത്തികമായി തന്നെ വലിയ നേട്ടമുണ്ടാക്കുന്ന പദ്ധതി കൂടിയാണ്. റെയിൽ കണക്ടിവിറ്റി വരുമ്പോൾ കാർഗോ മേഖലകളിൽ ഉൾപ്പെടെ മലയോര മേഖലകളിൽ നിന്നുൾപ്പെടെ ഉള്ള സൗകര്യങ്ങളും കൂടി വരും. അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിന് ഗുണകരമാകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അന്തിമ അനുമതിയുടെയും ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന പദ്ധതിയാണ്. നമ്മുടെ ഈ ചരക്ക് നീക്കത്തെ അടക്കം വലിയ രീതിയിൽ ഉണർവേകുന്ന ഒരു പദ്ധതി കൂടിയായിരിക്കും പ്രാബല്യത്തിൽ വന്നാൽ, യാഥാർത്ഥ്യമായാൽ. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.